ധ്യാൻ ശ്രീനിവാസ ഏറിലായല്ലോ. അങ്ങനെ തമിഴ്നാട്ടുകാർ ധ്യാൻ ശ്രീനിവാസനെ ഏറിലാക്കിയിരിക്കുകയാണ്. തമിഴ്നാട്ടുകാർ മാത്രമല്ല, വിജയ് ഫാൻസ് ആണ് ഇപ്പൊ ധ്യാൻ ശ്രീനിവാസനെ ഏറിലാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ ധ്യാൻ ശ്രീനിവാസൻ ഒരു തമാശക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ധ്യാന്റെ ചെറുപ്രായത്തിൽ ധ്യാന് ക്രഷ് അടിച്ചിട്ടുള്ള നവ്യ നായരെ കുറിച്ചും അപ്പം ഒരു തമാശ അടിച്ചാണ്, ഞാൻ എപ്പോഴെങ്കിലും CM ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ സാരി എടുത്ത് നവ്യ വരണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ധ്യാൻ തമാശക്ക് പറഞ്ഞാണ്. ആ സദസ്സിലുള്ളവരെല്ലാം ചിരിച്ചു. പക്ഷെ ഇത് ആരെ ഉദ്ദേശിച്ചാണ്, ആരെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടക്കാലത്ത് വെച്ച് വിജയ് തൃഷ ഒരു ബന്ധമുണ്ട്, അവർ തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം പോകുകയും വിജയുടെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ കുറച്ച് വാർത്തകളിലൊക്കെ വരികയൊക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് വിജയ് ചീഫ് മിനിസ്റ്റർ ആയ സമയത്ത് തൃശ സാരി എടുത്ത് വരുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊരു സുഹൃത്ത് ബന്ധമാണോ എന്ത് ബന്ധമായാലും എന്താണെങ്കിലും ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഇപ്പൊ ധ്യാനെ ഇപ്പം തമിഴ്നാട്ടുകാർ പോലും അവിടെ ന്യൂസിൽ പോലും സംഭവമായി. ആദ്യം നമുക്ക് ന്യൂസ് ഒന്ന് കാണാം. நான் முதலமைச்சராக பதவியேற்கும் போது நீ புடவை கட்டி வர வேண்டும். ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ദിവസം സാരി എടുത്ത് மலையாள நடிகரின் பேச்சுக்கு விஜய் ரசிகர்கள் கடும் எதிர்ப்பு. திரைப்பட நிகழ்ச்சி ஒன்றில் பேசிய மலையாள நடிகர் தயான் சீனிவாசன் தான் முதலமைச்சராக பதவியேற்கும் போது புடவை கட்டிக் கொண்டு முன் வரிசையில் வந்து அமர்ந்து ஆனந்த கண்ணீர் வடிக்க வேண்டும் என நடிகை நவ்யா நாயரை நோக்கி கூறினார். இதனால் அந்த அரங்கத்தில் சிரிப்பலை ஏற்பட்டது. സംഗതി വിഷയമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് തമിഴ്നാട്ടുകാർ ഇത് മുഴുവൻ തമിഴിലൊക്കെ പറഞ്ഞേക്കുന്നതുകൊണ്ട് അതിന്റെ വ്യാഖ്യാനം എന്താണെന്നുള്ളത് ഇത്രേ ഉള്ളൂ സംഭവം. അതായത് ധ്യാൻ പറഞ്ഞ ആ തമാശ അത് ഭയങ്കര സീരിയസ് ആക്കി അവർ എടുത്തിരിക്കുകയാണ്. അത് ഭയങ്കര വിഷയം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം, ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ, അല്ലെങ്കിൽ അദ്ദേഹം ഓരോ സിനിമകളുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ്. കാരണം നമുക്ക് ചിരിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനമൊക്കെ കാണും. കിടിലൻ പരിപാടികളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ ഓരോ ഡയലോഗിലും എന്തെങ്കിലും ഒരു ഐറ്റം കാണും, ആരെയും ഒന്ന് കൊള്ളിക്കും. പക്ഷെ ആ കൊള്ളുന്ന ആൾക്ക് പോലും വേദന എടുക്കത്തില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ ട്രോളും അല്ലെങ്കിൽ സീനിയർ നടന്മാരെ ട്രോളും. പക്ഷെ അത് എങ്ങനെ ട്രോളിയെന്ന് പറഞ്ഞാലും ഈ തമാശ രൂപേണ അവർ കേൾക്കുന്നവരാണെങ്കിലും അവരെ കളിയാക്കുന്ന ചിലപ്പോൾ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും അവരത് തമാശ, അവർക്ക് അതിന്റെ സെൻസിൽ അത് എടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു തമാശകളൊക്കെ വളരെയധികം ആസ്വദിക്കുന്ന ആളുകളാണ് കാണുന്ന പ്രേക്ഷകരും. ആരെയാണ് പറയുന്നത് അവരും. അത് അങ്ങനത്തെ ഒരു രീതിയാണ്. ചിലപ്പോൾ പുള്ളി കുറിക്കൊള്ളുന്ന ചില സീരിയസ് വിഷയങ്ങൾ പറയാറുണ്ടെങ്കിലും ആളെ എപ്പോഴും നമുക്ക് കാണുന്ന ഫുൾ എന്റർടൈൻമെന്റ് എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യരായിട്ടാണ്. ശരിക്കും ധ്യാന്റെ ആ ഒരു ഇന്റർവ്യൂവിൽ ആ ഒരു ഭാഗം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ലാസ്റ്റ് വീണ്ടും നവ്യയിലേക്ക് പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോ മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ നവ്യ, എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ എൻ്റെ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ്, നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആവുമ്പോഴല്ല, CM ആവുമ്പോൾ വന്നാൽ മതി. അപ്പൊ ഇതായിരുന്നു ആ തമാശ. ഇപ്പൊ തമിഴ്നാട്ടുകാർ അതെടുത്ത് ഏറിലാക്കിയിരിക്കുകയാണ്. അത് ശരിക്കും ഒരു തമാശ രൂപേണ പറഞ്ഞാണെങ്കിൽ പോലും ഇപ്പോൾ ആ വിജയ് എന്ന് പറയുന്ന തമിഴ്നാടിന്റെ ദളപതി എന്ന് പറയുന്ന വിജയ് ഇപ്പോ ആരാണ്? CM ആണ്, ചീഫ് മിനിസ്റ്റർ ആണ്. ഒരു എന്താ പറയുന്നേ, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ അദ്ദേഹം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ നോർമലി ഒരാളോട്, ഒരു ആർട്ടിസ്റ്റിനോടോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ആരോടെങ്കിലും പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ആളുകൾ അത് വികാരഭരിതമായിട്ട് എടുക്കും. രണ്ടാമത്തെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകരുണ്ട്. വിജയ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെ വിജയ് എന്ന് പറയുന്ന താരത്തിനുള്ള, അല്ലെങ്കിൽ താരമല്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, എന്നാൽ താരത്തിനുള്ള ഒരു ആരാധകർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ ഉണ്ട്. കേരളത്തിൽ ഒരുപാടുണ്ട്. തമിഴ്നാട്ടിൽ ഉള്ളതുപോലെ തന്നെ കേരളത്തിലും ഇഷ്ടം പോലെ വിജയ് ആരാധകരുണ്ട്. നമുക്കറിയാം, വിജയുടെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ ആദ്യത്തെ ദിവസം പോയി കഴിഞ്ഞാൽ ഡയലോഗ്സ് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കധികം കരഘോഷം ആളുകൾ, അത്രയധികം വിസിലടിയും കയ്യടിയും, ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അത്രയ്ക്കധികം ഫാൻസ് ഉണ്ട് വിജയ് എന്ന് പറയുന്ന താരത്തിന്. അപ്പൊ ആ വിജയ് എന്ന് പറയുന്ന താരത്തിനെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പൊസിഷനെയും ഇപ്പം ആ ഒരു പൊസിഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിനെ ഇങ്ങനെ പറഞ്ഞത്
തമാശയാണ് പറഞ്ഞത്. അത് ചിലപ്പോൾ കേൾക്കുന്ന അദ്ദേഹവും ആ ഒരു തമാശയിലൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. വികാരഭരിതമായ രീതിയിലൊരു ഇതെടുക്കുന്നതിലും അദ്ദേഹം ചിലപ്പോൾ തമാശ എന്നുള്ളത്. കാരണം അത് എത്രമാത്രം ആളുകൾ ഇതിലും എത്രയോ മോശമായിട്ട് ആ കാര്യങ്ങളൊക്കെ എന്താ പറയുക, വിജയനെയും അതുപോലെ തന്നെ തൃശേനെയും വെച്ചിട്ട് ഉള്ള കാര്യങ്ങൾ വളരെ വളരെ മോശമായിട്ട് എത്രയോ പേര് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ അതാണ് ഇതാണ്, അവന്റെ ഫാമിലി അങ്ങനെയുള്ളപ്പോൾ അവൻ അങ്ങനെ പോകാൻ പറ്റുമോ? അവനെന്ന് പറയുന്നത് ഞാനൊരു സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് പറയുന്നതാണ്. ആളുകൾ പറയുന്ന രീതിക്ക് ആ ഒരു അനുസരിച്ചാണ് ഞാൻ ആ ഒരു ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ആളുകൾ പല രീതിയിൽ ഏറ്റവും മോശമായ രീതിയിൽ പോലും അതിനെ ചിത്രീകരിച്ച് സംസാരിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പം ഞാനിതൊരു തമാശ രൂപേണ പറഞ്ഞ കാര്യമാണ്, അത് ഇത്ര വലിയ സംഭവമാക്കുമെന്ന് ഓർത്ത്. പിന്നെ ഒരു കാര്യമുള്ളത്, അദ്ദേഹം ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ വളരെ പോപ്പുലറാണ്. അതുല്യനായ നടൻ, മൺമറഞ്ഞു പോയ നടൻ ശ്രീനിവാസന്റെ മകനാണ്, വിനീത് ശ്രീനിവാസന്റെ അനിയനാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ചെന്നൈ ബന്ധവും കൂടെ ഉണ്ട്, തമിഴ്നാട്ടിൽ ഒരു ബന്ധമുണ്ട്. കാരണം വിനീത് ശ്രീനിവാസനും അവരൊക്കെ ചെന്നൈ സെറ്റിലാണ്, അല്ലെങ്കിൽ ചെന്നൈയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് തമിഴ്നാട്ടുകാർക്ക് അതങ്ങ് കൊണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടുകാരെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, വിജയ് ഫാൻസിനും അത് കൊണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും അജു വർഗീസിന് ഇതിന് മറുപടി പ്രസംഗത്തിൽ ക്ഷമിക്കണം അണ്ണാ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. അതായത് വിജയോട് ക്ഷമ ചോദിച്ചുകൊണ്ടത് എന്റെ കൂട്ടുകാരൻ വെളിവില്ലാത്തവർ അങ്ങനെ പറഞ്ഞ എങ്ങനെ പറഞ്ഞ, അത് അവര് കൂട്ടുകാർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ബേസിൽ അങ്ങനെ പറയാം. നമ്മളാണെങ്കിലും സ്വാഭാവികമായിട്ട് നമ്മൾ കൂട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഈ വെളിവില്ലാത്തവർ അങ്ങനെ പറഞ്ഞു, എടാ മിണ്ടാതിരിക്കടാ, എടാ വാടക്കടാ, നമ്മൾ അങ്ങനെ പറയത്തില്ലേ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ, ലൈസൻസ് ഇല്ലാതെ സംസാരിക്കുമ്പോൾ. അത്രയ്ക്കൊക്കെ ഉള്ളൂ. അജു പറയുന്ന ഒന്ന് കേൾക്കാം. CM സാർ, വിജയ് സാർ, എന്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്ന നൻപൻ, നൻപൻ എനിക്ക് പൈത്യം, അതിലാണ് എനിക്ക് ഒന്നുമേ പണ്ണ മുടിയാതെ. കണ്ടോ, ഇതാണ് സംഭവം. ഇത്രയൊക്കെയാണ് സംഭവം. അത് വലിയ സംഭവങ്ങളാക്കിയിരിക്കുകയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് ഇപ്പൊ തമിഴ്നാട്ടിലെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇവൻ അറിയാൻ മേലാത്തവർ പോലും, അറിയാൻ മേലാത്ത ഒരു ആളല്ല എങ്കിൽ പോലും സംസ്ഥാനം വിട്ടു വരുമ്പോൾ തമിഴ്നാട്ടിൽ ഇവൻ ആരടാ, ഇവൻ ഇങ്ങനെ ഒന്ന് ചിന്തിക്കും. മനസ്സിലായോ? പിന്നെ പുള്ളിയുടെ അടുത്തൊരു പടം ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കും ആൾക്കാർ. അങ്ങനെ ഒരു ശ്രദ്ധയും കൂടെ കിട്ടും. ധ്യാൻ ശ്രീനിവാസനെ സംബന്ധിച്ച് ഇത് അദ്ദേഹത്തിന്റെ ഒരു കൂൾ മൈൻഡില് അദ്ദേഹം വളരെ വരട്ടെ, ആയിക്കോട്ടെ എന്ന്. കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലോ മറ്റോ കോയമ്പത്തൂർ ആണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും തമിഴ് സുഹൃത്തുക്കൾ ഒരുപാട് കാണും, തമിഴ് ബന്ധങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പൊ ആ ഒരു സെൻസിൽ എടുക്കത്തേ ഉള്ളൂ. അത് ഇത്ര വലിയ വിവാദമാകുന്നു എന്ന് തോന്നുന്നില്ല. പിന്നെ ആൾക്കാരെ സംബന്ധിച്ച്, ചാനലുകാരെ സംബന്ധിച്ച് ഇത് വലിയൊരു സംഭവമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു കണ്ടന്റ് ആണ് ഇത് ക്രിയേറ്റ് എന്ന് പറയുന്ന പോലെ. ഇതുകൊണ്ട് ആർക്കാണ് റീച്ച്? രണ്ടുപേർക്ക്. ഒന്ന് വിജയ്ക്ക് പിന്നെ റീച്ചിന്റെ ആവശ്യമില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് നമ്മൾ റീച്ച് കൊടുക്കേണ്ട കാര്യമില്ല, അദ്ദേഹം ഏത് ലെവലിലാണെന്നറിയാം. രണ്ടാമത്തെ കാര്യം, ധ്യാൻ ശ്രീനിവാസന്റെ റീച്ച് ഒന്നുകൂടെ കൂടും എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഇത് ആ വീഡിയോ പൂർണ്ണ രൂപത്തിൽ കണ്ട നമ്മളാണെങ്കിലും അറിയാതെ ചിരിച്ചു. കാരണം ധ്യാന്റെ ചിരിയോട് ഉള്ള ആ ഒരു സംസാരവും ആ ഒരു കൗണ്ടർ അടിക്കുന്ന രീതിയും അവിടെ സദസ്സിലിരിക്കുന്ന ആളുകൾ ഒരു പൊതുവായിട്ടുള്ള ഒരു വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അവരുടെ അമ്മ എന്ന് പറയുന്ന ആ ഒരു സംഘടനയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും എല്ലാം വളരെ സരസമായിട്ട് സംസാരിച്ച ധ്യാൻ ശ്രീനിവാസൻ ആ കൂടത്തിൽ ചെറിയൊരു കാര്യം ഇങ്ങനെ ഒന്നും കൂടെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര തമാശ രൂപേണ നമ്മൾ കണ്ടാണ്. വികാരം കൊള്ളേണ്ട കാര്യമില്ല, അത്രക്കേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വികാരം കൊള്ളേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാലും വിജയ് ഫാൻസും തമിഴ്നാട്ടുകാരും ചിലപ്പോൾ അതൊരു വികാരപരമായ രീതി എടുക്കുമായിരിക്കും. പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യും. ഇതൊരു വലിയ ആളുകൾക്ക് വിഷമം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് അദ്ദേഹം അതിൻ്റെതായ രീതിയിൽ തന്നെ പിന്നീട് ആളുകൾ വെറുക്കാതിരിക്കുക, അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിക്കുന്ന രീതിയിൽ തന്നെ മറുപടി പറയും. ചിലപ്പോൾ ഒരു ശപാവണം അങ്ങനെ പറയുമോ എന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞാൽ പോലും ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ പറഞ്ഞാൽ പോലും ആളുകൾ അത് വളരെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല, സിനിമകൾ ചെയ്യുന്നു, ആളുകളെ എന്റർടൈൻ ചെയ്യുന്നു. അങ്ങനെ ഒരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് ധ്യാന്റെ ഈ ഒരു ഇതില് വിവാദം വന്നു, ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് പറയുന്നു. പക്ഷെ പറയാൻ ഞാൻ ആളല്ല, അതും വേറൊരു കാര്യം. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് വളരാൻ അനുവദിക്കുക. താങ്ക് യു.